പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എല്ലാവർക്കും MJ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 8ാം ക്ലാസ്സിലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു. മൂന്നാമത്തെ ചാപ്റ്റർ നിങ്ങൾ വിക്ടേഴ്സിന്റെ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സെക്കൻഡ് പാർട്ടിൽ ആയതുകൊണ്ട് വിക്ടേഴ്സിൽ അതിനുശേഷം ക്ലാസ് വന്നിട്ടില്ല. നമ്മൾ ആ ഒരു ഭാഗത്തിന്റെ ശേഷമുള്ള ഭാഗങ്ങളാണ് എടുക്കാൻ പോകുന്നത്. നമ്മുടെ ചാപ്റ്ററിന്റെ പേര്, മൂന്നാമത്തെ ചാപ്റ്ററിന്റെ പേര് ഇതാണ്, ലെറ്റ്സ് റീഗെയിൻ അവർ ഫീൽഡ്. വീണ്ടെടുക്കാം വിളനിലങ്ങൾ. ഈ വിളനിലങ്ങൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഫീൽഡ് എന്ന് പറയുന്നത് നമ്മുടെ അഗ്രികൾച്ചറൽ ലാൻഡുകളാണ്, നമ്മുടെ കൃഷി സ്ഥലങ്ങളാണ്. അല്ലെ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, നമ്മളിപ്പം ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ എടുത്ത്, അല്ലെ, നമ്മുടെ നാട്ടിൽ നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിന്റെ തുടക്കത്തിൽ പഠിച്ചിരിക്കുന്നത് ഫുഡ് സെക്യൂരിറ്റി ആയിരുന്നു. ഈ ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്കറിയാലോ, എല്ലാ ആൾക്കാർക്കും ശരിയായ ആരോഗ്യപരമായ ജീവിതം നയിക്കാൻ ആവശ്യമായ ഭക്ഷണം എല്ലാവർക്കും എത്തിക്കുക എന്നുള്ളതാണ്. അല്ലെ, അത് എല്ലാവർക്കും ആവശ്യത്തിനുള്ള ഫുഡ് കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഫുഡ് സെക്യൂരിറ്റി ദാറ്റ് എൻഷുവേഴ്സ് ദ ഫുഡ് ഫോർ എവ്രി വൺ ഫോർ ലീഡിംഗ് ടു ഹെൽത്തി ലൈഫ്. അപ്പൊ ആ രീതിയിൽ അവരുടെ ജീവിതം ശരിയായ രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ എല്ലാവർക്കും ഭക്ഷണം കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഫുഡ് സെക്യൂരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പഠിച്ചതാണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാലോ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ നമ്മുടെ ഫുഡിന്റെ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ലാൻഡിന്റെ ആ ഒരു ഏരിയയിൽ സംഭവിച്ച മാറ്റവും, അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് പ്രൊഡക്ഷനിൽ, റൈസിന്റെ പ്രൊഡക്ഷനിൽ സംഭവിച്ച മാറ്റമൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. 1971 മുതൽ അതിനുശേഷം ഓരോ 20 വർഷങ്ങൾക്ക് കൂടുന്തോറും നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ അഗ്രികൾച്ചറൽ ലാൻഡിന്റെ ആ ഒരു ഏരിയ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പോപ്പുലേഷൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെ, ആൾക്കാർ ഇങ്ങനെ കൂടാണ്, ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനനുസരിച്ച് ഭക്ഷണത്തിന്റെ ഉത്പാദനം നടക്കാതെ വരികയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ വല്ലാത്തൊരു ഭക്ഷ്യക്ഷാമത്തിലേക്കാണ് എല്ലാവരും പോവുക. ഒരുപാട് ഭക്ഷ്യക്ഷാമമൊക്കെ ഓരോ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട്. അല്ലെ, അപ്പോ നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കാൻ പോകുന്നത് ഭക്ഷ്യ സുരക്ഷ എങ്ങനെ ഉറപ്പുവരുത്തുന്നുള്ളതാണ്. നന്നായിട്ട് നല്ല രീതിയിൽ എങ്ങനെ നമുക്ക് ഭക്ഷണത്തിന്റെ ഉത്പാദനം, ഫുഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാമെന്നും, അപ്പൊ ഫുഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനുള്ള ഒരുപാട് മാർഗങ്ങൾ നമ്മൾ ഇതിനകത്ത് പരിചയപ്പെടുന്നുണ്ട്. ഈ ചാപ്റ്റർ കഴിയുമ്പോഴേക്ക് നിങ്ങളൊക്കെ നല്ലൊരു കൃഷിക്കാരായിട്ട് മാറണം, നല്ല കുട്ടി കർഷകരായിട്ട് എല്ലാവരും മാറണം. അല്ലേ, അങ്ങനെ. അപ്പൊ ഏതായാലും നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നത് ഭക്ഷണത്തിന്റെ ആ ഒരു സുരക്ഷ എങ്ങനെ നമുക്ക് നടപ്പിലാക്കാം എന്നുള്ളതും, ഏതൊക്കെ മാർഗങ്ങളിലൂടെ നമുക്ക് കൃഷി ചെയ്യാം എന്നുള്ളതും, കൃഷി കൂടുതൽ ആദായകരമാക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കേരളം. ഇപ്പൊ വേറൊരു കാര്യം കൂടി, നമ്മുടെ ഭക്ഷണത്തോട് കാണിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണം, നിങ്ങൾക്കറിയാലോ, നമ്മുടെ ഭക്ഷണം ചില ആൾക്കാർ അനാവശ്യമായിട്ട് ചെലവഴിച്ചില്ല, അനാവശ്യമായിട്ട് ധൂർത്തടിച്ച്, അതുപോലെ തന്നെ വല്ലാതെ ഭക്ഷണം വേസ്റ്റ് ആക്കി കളയുന്ന ഒരു അവസ്ഥയിലൊക്കെ നമ്മൾ ഉണ്ടാവാറുണ്ട്. ഒരു ഭക്ഷണത്തിന്റെ വില, അല്ലെ, ഭക്ഷണം കിട്ടാതെ ലക്ഷക്കണക്കിന് കുട്ടികൾ മരിച്ചു വീഴുന്ന ലോകത്തിലെ ഓരോ വർഷവും 30 ലക്ഷത്തിലധികം കുട്ടികൾ ഭക്ഷണം കിട്ടാതെ മരിക്കുന്നുണ്ടെന്നുള്ളതാണ് കാണുന്നത്. അപ്പൊ ഏതായാലും നമ്മള് ഭക്ഷണത്തിന്റെ കാര്യത്തിലൊക്കെ ഒരു നല്ലൊരു ശ്രദ്ധ, നല്ല ഗൗരവത്തിലെടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. വേസ്റ്റ് ആക്കാൻ പാടില്ല. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഒരു ചാപ്റ്റർ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഒന്ന് ഫുഡ് സെക്യൂരിറ്റി ആയിരുന്നു. എന്താണ് ഫുഡ് സെക്യൂരിറ്റി എന്നുള്ളത് നിങ്ങൾ പഠിച്ചതാണ്. പിന്നെ ആ ഒരു ഭക്ഷണം, നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിലൊക്കെ കർഷകർ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, അല്ലെ, ക്രൈസിസ് ഓഫ് അഗ്രികൾച്ചറൽ സെക്ടർ, അതുപോലെ അല്ലെങ്കിൽ കാർഷിക മേഖല അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അല്ലെ, നിങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. എന്തൊക്കെയാ കാർഷിക മേഖല അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പറഞ്ഞു, അല്ലെ? അതായത് വിലനഷ്ടം സംഭവിക്കുന്നുണ്ട്, ഫോളിംഗ് പ്രൈസ് സംഭവിക്കുന്നുണ്ട്, അല്ലെ, ലാക്ക് ഓഫ് സ്പേസ്, ആവശ്യമായ കൃഷി സ്ഥലങ്ങൾ കിട്ടാത്തൊരവസ്ഥ വരുന്നുണ്ട്, അല്ലെ? അതുപോലെ തന്നെ ക്രോപ്പ് ലോസ്, അവരുടെ വിളകൾക്ക് നഷ്ടപ്പെട്ടു പോവാണ്, വിളകൾക്ക് നഷ്ടമാണ്, എൻവയോൺമെന്റൽ പ്രോബ്ലംസ് വന്നിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വന്നിട്ട് കൃഷി സ്ഥലത്തിന് എന്തെങ്കിലും തകരാറ് സംഭവിക്കുകയാണ്, അല്ലെ? അതുപോലെ ക്ലൈമാറ്റിക് ചേഞ്ച്, അല്ലെ, കാലാവസ്ഥയ്ക്ക് എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ട് അതുപോലെ തന്നെ കൃഷി സ്ഥലങ്ങളൊക്കെ നശിച്ചു പോവാണ്, കൃഷികളൊക്കെ നശിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, അതുപോലെ എക്സ്പ്ലോയിറ്റേഷൻ ബൈ മിഡിൽമാൻ, അത് ഇടനിലക്കാരുടെ ചൂഷണം. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് കാർഷിക മേഖല അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത്ര രീതിയിൽ കൃഷി നമുക്ക് കൂട്ടാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ഫുഡിന്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ട് ഫുഡ് പ്രൊഡക്ഷൻ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം പഠിക്കുന്നത് ഈ ഒരു ഫുഡിന്റെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഫുഡ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഫുഡ് സെക്യൂരിറ്റിയുടെ ഏറ്റവും ബേസിസ് എന്ന് പറയുന്നത്, എല്ലാവർക്കും ആവശ്യത്തിനുള്ള ഫുഡ് കിട്ടണമെങ്കിൽ മാക്സിമം ഫുഡിന്റെ പ്രൊഡക്ഷൻ നമ്മൾ നടത്തണം. അപ്പൊ ഫുഡിന്റെ പ്രൊഡക്ഷൻ മാക്സിമം നടത്തണമെങ്കിൽ അതിന് ഏറ്റവും ബേസിക്കലായുള്ള കാര്യം എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ ആ കൃഷി ചെയ്യുന്ന സ്ഥലത്തിന്റെ പ്രത്യേകതയാണ്. എല്ലാ സ്ഥലത്തും നമ്മൾ എന്തെങ്കിലും കൊണ്ടിട്ട് കൃഷി ചെയ്യാൻ പാടില്ല. അതായത് കൃഷി ചെയ്യാൻ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സോയിലിന്റെ ഒരു പ്രത്യേകത ഉണ്ടായിരിക്കണം. നല്ല ഫെർട്ടൈൽ ആയുള്ള സോയിൽ ആയിരിക്കണം, ഇല്ലെങ്കിൽ അതിന്റെ ഫെർട്ടിലിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റണം. അപ്പൊ ഫുഡ് സെക്യൂരിറ്റിയുടെ ഏറ്റവും ബേസിസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന്റെ അടിസ്ഥാന കാര്യം എന്ന് പറയുന്നത്, ഭക്ഷ്യ സുരക്ഷയ്ക്കുള്ള ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് ഫലഭൂയിഷ്ഠമായ മണ്ണാണ്.
സോ ഫെർട്ടൈൽ സോയിൽ ഈസ് ദ ബേസിസ് ഓഫ് ഫുഡ് സെക്യൂരിറ്റി. അതാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫെർട്ടൈൽ സോയിൽ എന്ന് പറഞ്ഞാൽ ഫെർട്ടിലിറ്റി, സോയിലിന്റെ ഫെർട്ടിലിറ്റി കൂട്ടുക എന്ന് പറഞ്ഞാൽ നല്ല ഫലഭൂയിഷ്ടമായ അല്ലെങ്കിൽ നല്ല ഫെർട്ടൈൽ ആയിട്ടുള്ള ഒരുപാട് എലമെന്റ്സുകളൊക്കെ ആ സോയിൽ വേണമെന്നതാണ്. നമ്മളൊരു കൃഷി ചെയ്യുമ്പോൾ ആ കൃഷിയിൽ നമ്മളൊരു സ്ഥലത്ത് കൃഷി ചെയ്യാൻ തിരഞ്ഞെടുത്താല് അവിടെയുള്ള സോയിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യണം. സോയിൽ എന്തിനാ ടെസ്റ്റ് ചെയ്യുന്നത് ഞാൻ സോയിൽ ടെസ്റ്റ് ചെയ്താൽ കിട്ടുന്ന ഗുണങ്ങളൊക്കെ ഒന്ന് പറയണം നമുക്ക്. അപ്പൊ സോയിൽ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ചെടി നമ്മൾ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു പച്ചക്കറി നമ്മൾ വളർത്തുന്നുണ്ടെങ്കിൽ ആ സോയിലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ആ സോയിലിൽ നല്ല ഫെർട്ടൈൽ ആയിരിക്കണം. ഒരു സോയിൽ ഫെർട്ടൈൽ ആണെന്ന് പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ആ സോയിലിൽ ഏകദേശം 20ഓളം എലമെന്റുകളാണ്, 20ഓളം മൂലകങ്ങളാണ്, എലമെന്റ്സ്. അതൊരു പ്ലാന്റിന്റെ ഗ്രോത്ത്, എലമെന്റ്സ് വിച്ച് ആർ നീഡഡ് ഫോർ ദ നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഓൾ പ്ലാന്റ്സ്, ദാറ്റ് എലമെന്റ്സ് ആർ കോൾഡ് എസെൻഷ്യൽ എലമെന്റ്സ്. അപ്പൊ ഒരു ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ എസെൻഷ്യൽ എലമെന്റുകൾ അല്ലെങ്കിൽ അവശ്യ മൂലകങ്ങൾ ഒരു മണ്ണിൽ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ആ മണ്ണിൽ കൊണ്ടുപോയിട്ട് ഇതിനൊന്നും നട്ടിട്ട് കാര്യമില്ല. ഒരു ചെടിനെ നമുക്ക് മര്യാദ രീതിയിൽ അവിടെ വളർത്താൻ പറ്റില്ല. അപ്പൊ നമ്മള് ഒരു സോയിലെ നമുക്ക് ആദ്യം എന്ത് ചെയ്യുന്നത്, സോയിൽ ടെസ്റ്റ് ചെയ്തിട്ട് ഇതിനകത്ത് ഇത്തരം എലമെന്റ്സുകളൊക്കെ ഉണ്ടോ നോക്കണം. അപ്പൊ സോയിൽ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്തരത്തിലെ എലമെന്റുകൾ അതിനകത്ത് ഉണ്ടാകുന്നതാണ്. നാച്ചുറൽ ആയിട്ട് ഈ എലമെന്റുകൾ സോയിൽ ഉണ്ടാവുന്നുണ്ട് വിത്ത് ഹെൽപ്പ് ഓഫ് ഡിഫറെന്റ് മൈക്രോ ഓർഗാനിസം. മൈക്രോ ഓർഗാനിസങ്ങളുടെ ഹെൽപ്പില് അത് സൂക്ഷ്മജീവികളുടെ സഹായത്തോടെ, സൂക്ഷ്മജീവികൾ എന്ന് പറയുന്ന ബാക്ടീരിയ പോലുള്ള ഫംഗസ് പോലുള്ള സൂക്ഷ്മജീവികളുടെ സഹായത്തോടെ സോയിലിൽ ഇത്തരത്തിലുള്ള എലമെന്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് സോയിലിന്റെ ഫെർട്ടിലിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇത്തരത്തിലുള്ള എലമെന്റുകളൊക്കെ ഒരു സോയിലിൽ ഉണ്ടായിരിക്കണം. അവർ മൈക്രോ ഓർഗാനിസങ്ങളുടെ ചില ഡീകമ്പോസിഷൻ പ്രോസസ്സിലൂടെ അല്ലെങ്കിൽ ജീർണന പ്രക്രിയകളിലൂടെ അവര് ഇതൊക്കെ സോയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഇതിലുള്ള എലമെന്റുകൾ ഉള്ള ഒരു സോയിൽ നമുക്ക് പറയാം ഫെർട്ടൈൽ സോയിൽ എന്ന് പറയാം. ഇവിടെയല്ലേ? ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ കൃഷി ഇപ്പൊ നെൽവയലുകളിലൊക്കെ നെല്ലൊക്കെ കൃഷി ചെയ്തതിനു ശേഷം അതിനകത്ത് ചിലപ്പോൾ പയറ് ചെടികൾ വളർത്തുന്ന കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. പയർ ചെടികൾ, ഈ പയർ ചെടികൾ അവിടെ വളർത്തിയാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ പയർ ചെടികളുടെ വേരിനകത്ത് ഒരു ബാക്ടീരിയ ഈ അന്തരീക്ഷത്തിലെ നൈട്രജനെ മണ്ണിലേക്ക് വലിച്ചു കൊടുക്കും. അങ്ങനെ സോയിലിൽ നൈട്രജൻ ഫെർട്ടിലൈസർ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാൻ ചില ലെഗ്യൂം പ്ലാന്റുകൾക്ക്, പയർ ചെടികൾക്ക് കഴിവുണ്ട്. അങ്ങനെ പയർ ചെടികൾ ഇത്തരം മണ്ണിൽ വളർത്തി കഴിഞ്ഞാല് അവിടെ നൈട്രജൻ ഫെർട്ടിലൈസർ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ബാക്ടീരിയകള്, ഫംഗസുകള്, അതുപോലെ ടെർമൈറ്റ്സിനെ അറിയായിരിക്കുമല്ലോ, ചിതലുകൾ അല്ലെ, അതുപോലെ എർത്തുവം, ഫാമേഴ്സ് ഫ്രണ്ട് എന്ന് തന്നെയാണ് നമ്മൾ എർത്തുവമിനെ വിളിക്കുക. എർത്തുവം അതായത് മണ്ണിനെ വിളിക്കുന്നതാണ് ഫാമേഴ്സ് ഫ്രണ്ട്, അതായത് കർഷകന്റെ മിത്രമാണ്, ഫാമേഴ്സ് ഫ്രണ്ട് ആണ്. അപ്പം സോയിലിന്റെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്ത് കൊടുക്കാൻ, ഫലപുഷ്ടി ഇൻക്രീസ് ചെയ്ത് കൊടുക്കാനുള്ള കഴിവുള്ള ചില ഓർഗാനിസങ്ങൾ മണ്ണിലുണ്ട്. ആൽഗകൾക്ക് പറ്റുന്നുണ്ട്, അതുപോലെ തന്നെ ഫംഗസുകൾക്ക് പറ്റുന്നുണ്ട്, അതുപോലെ ടെർമൈറ്റ്സിന് പറ്റുന്നുണ്ട്, ചിതലുകൾക്ക് പറ്റുന്നുണ്ട്. ടെർമൈറ്റ്സ്, പിന്നെ എർത്തുവം, ഇവർക്കൊക്കെ സോയിൽ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോ ഇവരൊക്കെയുള്ള സോയിൽ എന്തായിരിക്കും, നല്ല ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിൽ ആയിരിക്കും. മാക്സിമം ഫെർട്ടിലൈസർ ഉള്ള, മാക്സിമം എലമെന്റുകളൊക്കെ ഉള്ള ഈ സോയിലിൽ ചെടികൾക്ക് വളരാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഒരു കൃഷിസ്ഥലം ആദ്യം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു കൃഷിസ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ ആ കൃഷിസ്ഥലത്തിൽ ഇത്തരം എലമെന്റുകളൊക്കെ ഉണ്ടോ നോക്കണം. സോ ഫുഡ് സെക്യൂരിറ്റി, നമ്മൾ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഈ പറയുന്ന തെരഞ്ഞെടുക്കുന്ന സോയിൽ, നമ്മൾ കൾച്ചർ ചെയ്യാൻ എടുക്കുന്ന ആ ലാൻഡിലുള്ള സോയില് ഒരു കൃഷിക്ക് അനുയോജ്യമായതാണെന്ന് ഉറപ്പുവരുത്തണം. ഇവിടെയല്ലേ? അപ്പൊ ഉറപ്പുവരുത്തണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൃഷി ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ വീട്ടിലുള്ള ആ ഒരു സോയില് അല്ലെങ്കിൽ നിങ്ങൾ ആ കൃഷി ചെയ്യുന്ന ലാൻഡിലുള്ള സോയിൽ ടെസ്റ്റ് ചെയ്യണം. സോയിൽ ടെസ്റ്റിംഗ്, അപ്പൊ സോയിൽ ടെസ്റ്റ് ചെയ്യുന്നതിനുള്ള ബെനിഫിറ്റ് എന്താണെന്ന് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പൊ ഏത് കൃഷിക്കും സോയിൽ ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം എല്ലാ ചെടികൾക്കും ഒരേ അളവിലല്ല എലമെന്റുകൾ ആവശ്യമുണ്ട്. അപ്പൊ അതുപോലെ തന്നെ എല്ലാ ചെടികൾക്കും ഒരേ അളവിലല്ല സോയിലിന്റെ pH ആവശ്യമുള്ളത്. pH മൂല്യമൊക്കെ നിങ്ങൾ pH വാല്യൂസ് ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ? ഏകദേശം സ്ലൈറ്റ്ലി അസിഡിക് ആയിരിക്കുന്ന അല്ലെങ്കിൽ pH 6-ന്റെയും 7-7.5 ആ റേഞ്ചിലുള്ള pH ആണ് പല ചെടികൾക്കും ആവശ്യം. pH വല്ലാതെ കുറവാണെങ്കിൽ എന്ന് പറഞ്ഞാൽ 3-4 ഒക്കെ ആണെങ്കിൽ അത്രയും അസിഡിക് ആയിട്ടുള്ള അത്തരം pH-ൽ ചെടികൾക്ക് വളരാൻ പറ്റില്ല. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു സോയിലുള്ളതെങ്കിൽ അപ്പൊ ആ സോയിലിൽ നിങ്ങൾക്ക് ചെടികൾ ശരിക്കും വളർത്താൻ പറ്റില്ല. അപ്പൊ സോയിൽ ടെസ്റ്റിംഗ് കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബെനിഫിറ്റ് എന്താണെന്ന് ചിലപ്പോൾ പരിശോധിച്ച് ചോദിക്കാം. സോയിൽ ടെസ്റ്റിംഗ് കൊണ്ടുള്ള ഒരു ബെനിഫിറ്റ്, ഒന്ന്, ഒരു സോയിലിൽ ഏറ്റവും അവൈലബിൾ ആയ മുഴുവൻ എലമെന്റുകളെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഒരു സോയിലിൽ അവൈലബിൾ ആയ മുഴുവൻ എലമെന്റുകൾ. അപ്പൊ നമ്മൾ സോയിൽ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന എലമെന്റുകളൊക്കെ അതിലുണ്ടോ നോക്കണം. ഇല്ലെങ്കിൽ അതിനനുസരിച്ച് ഫെർട്ടിലൈസർ നമ്മൾ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യേണ്ടി വരും. ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്യുക. ഫെർട്ടിലൈസർ അപ്ലൈ ഓർമ്മിക്കേണ്ടത് കെമിക്കൽ ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്ത് ബയോ ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്യുക. അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് സോയിലിന്റെ ഫെർട്ടിലിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. സോയിൽ ടെസ്റ്റ് ചെയ്താലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം എലമെന്റ്സ് പ്രസന്റ് ഇൻ ദ സോയിൽ അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും.
ഒരു സോയിൽ ടെസ്റ്റിലൂടെ. ഓക്കെ, രണ്ടാമത്തത് pH വാല്യൂസ് ക്യാൻ ബി ഐഡന്റിഫൈഡ്. pH വാല്യൂ, ഒരു സോയിലിന്റെ pH കണക്കാക്കണം. കാരണം ഓരോ ചെടികൾക്കും അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഒരു pH മൂല്യമുണ്ട് ഒരു മണ്ണിന്. ആ pH മൂല്യമുള്ള മണ്ണിൽ മാത്രമേ ആ ചെടിക്ക് ശരിക്കും വളരാൻ പറ്റുള്ളൂ. അപ്പോ ഇതൊക്കെയാണ് സോയിൽ ടെസ്റ്റിംഗിന്റെ, മണ്ണ് പരിശോധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. മണ്ണിലടങ്ങിയ പോഷകങ്ങളൊക്കെ അല്ലെങ്കിൽ മണ്ണിലടങ്ങിയ ഇത്തരത്തിൽ മണ്ണിൽ ഫലപുഷ്ടി കണ്ടെത്താൻ പറ്റും, മണ്ണിന്റെ pH കണ്ടെത്താൻ പറ്റും. ഇതൊക്കെ കണ്ടെത്തി ഇതിനാവശ്യമായ വളപ്രയോഗങ്ങൾ നമുക്ക് നടത്താൻ സോയിൽ ടെസ്റ്റിംഗിനെ നമുക്ക് സഹായിക്കും. അപ്പൊ മണ്ണ് പരിശോധിക്കുന്നതിന്റെ ആവശ്യകതയും അപ്പൊ മണ്ണിന്റെ ഫലപുഷ്ടി ഇൻക്രീസ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയും മനസ്സിലായല്ലോ. അപ്പൊ ഇങ്ങനെ നല്ല ഫെർട്ടൈൽ ആയിട്ടുള്ള ഇത്തരം സോയില് നമ്മൾ വീട്ടിൽ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലത്തുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ഫുഡിന്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റും. സോ ഫുഡ് സെക്യൂരിറ്റി ഇസ് ദ ബേസിസ് ഓഫ് ഫെർട്ടൈൽ സോയിൽ. ഓക്കെ, അപ്പൊ ഭക്ഷ്യസുരക്ഷയുടെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് നല്ല വളക്കൂറുള്ള മണ്ണാണ്. ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത് സോയിലിന്റെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഫെർട്ടിലൈസർ ആണ്, ഒരു വളമാണ് മൈക്രോബിയൽ ഫെർട്ടിലൈസർ അല്ലെങ്കിൽ ജീവാണുവളം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചിത്രം കാണാം. ഈ ഒരു ചിത്രം നിങ്ങൾ കണ്ടല്ലോ, ഒരു കൃഷിഭവൻ, ഒരു കുട്ടിയുടെ കൃഷിഭവന്റെ മതിലിൽ ചുവരിന്റെ മുകളിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യം വായിക്കുകയാണ് അല്ലെ. അത് മെച്ചപ്പെട്ട വിളവിന് ജീവാണുവളം, ഒരു നല്ലൊരു വിളവ് കിട്ടാൻ ജീവാണുവളം. അപ്പൊ ഈ കുട്ടി ഇങ്ങനെ ചോദിക്കാം, എന്താണ് ജീവാണുവളം? അപ്പൊ കുട്ടിയുടെ സംശയം കണ്ടല്ലോ നിങ്ങൾ. ആ സംശയത്തിലാണ് എന്താണ് ഈ പറയുന്ന മൈക്രോബിയൽ ഫെർട്ടിലൈസർ. ഏറ്റവും നല്ല കൃഷി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല മൈക്രോബിയൽ ഫെർട്ടിലൈസർ ഉപയോഗിക്കാമെന്ന് പറയുമ്പോൾ ഈ കുട്ടി ചിന്തിക്കുകയാണ്, എന്താണ് ജീവാണുവളം? അപ്പൊ അതാണ് നമുക്ക് പഠിക്കാൻ പോകുന്നത് മൈക്രോബിയൽ ഫെർട്ടിലൈസർ. ഓക്കെ, ഒരു മൈക്രോബിയൽ ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാല് മൈക്രോ ഓർഗാനിസംസ് ആണ്. സം ഡിഫറെന്റ് മൈക്രോ ഓർഗാനിസംസ് ആർ യൂസ്ഡ് ഫോർ ദ അഗ്രികൾച്ചറൽ സെക്ടർ. ദീസ് മൈക്രോ ഓർഗാനിസംസ് ഹെൽപ്സ് ടു ഇൻക്രീസ് സോയിൽ ഫെർട്ടിലിറ്റി. അതായത് മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ചില സൂക്ഷ്മ ജീവികൾ അടങ്ങിയ വസ്തുക്കളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മൈക്രോബിയൽ ഫെർട്ടിലൈസർ എന്ന് വിളിക്കുക. സൂക്ഷ്മ ജീവികളാണ്. ഒരുപാട് സൂക്ഷ്മജീവികളെ നമുക്ക് മണ്ണിലേക്ക് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത്തരം സൂക്ഷ്മജീവികൾ അടങ്ങിയ മൈക്രോബിയൽ ഫെർട്ടിലൈസർ നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അപ്പൊ അത്തരത്തിൽ സൂക്ഷ്മജീവികൾ അടങ്ങിയ ആ മൈക്രോബിയൽ ഫെർട്ടിലൈസർ നമ്മുടെ കൃഷിയിൽ ഇട്ടുകൊടുത്താല്, നമ്മൾ കൃഷി ചെയ്യുന്ന ആ വിളകൾക്ക് ഇട്ടുകൊടുത്താല്, ക്രോപ്പുകൾക്ക് ഇട്ടുകൊടുത്താല് ആ സോയിലിന്റെ ഫെർട്ടിലിറ്റി പരമാവധി ഇവർ ഇൻക്രീസ് ചെയ്ത് കൊടുക്കും. പല മൈക്രോബിയൽ ഫെർട്ടിലൈസറുകൾക്കും ഏറ്റവും നന്നായിട്ട് എന്തിനുള്ള കഴിവാണുള്ളതെന്ന് ചോദിച്ചാൽ അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള നൈട്രജനെ സോയിലെത്തിയിട്ട് സോയിലിൽ നൈട്രജൻ എൻറിച്ച്മെന്റ് നടത്താൻ പല മൈക്രോബിയൽ ഫെർട്ടിലൈസറിനും കഴിവുണ്ടെന്നുള്ളതാണ്. മൈക്രോബിയൽ ഫെർട്ടിലൈസർ ആയിട്ട് പൊതുവെ ഉപയോഗിക്കുന്ന ചില ഓർഗാനിസങ്ങൾ സം ബാക്ടീരിയകളാണ്. സം ബാക്ടീരിയ ആൻഡ് ഓൾസോ സം അക്വാറ്റിക് പ്ലാന്റ്സ്. ചില ചെറിയ പ്ലാന്റുകൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ യൂഷ്വലി ബാക്ടീരിയ, ഈ ബാക്ടീരിയകളും അതുപോലെ തന്നെ ഈ പ്ലാന്റുകളും ഒക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് വാങ്ങാൻ കിട്ടും. So these are the different microorganisms that helps to increase soil fertility. That soil fertility increasing microorganisms are called microbial fertilizer. കേട്ടോ? അല്ലെങ്കിൽ അതിന് ജീവാണുവളം. സൂക്ഷ്മജീവികൾ, അതായത് മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സൂക്ഷ്മജീവികളാണ് നമ്മൾ ജീവാണുവളം എന്ന് വിളിക്കുക. ഇത്തരത്തിലെ ജീവാണുവളങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ചില സൂക്ഷ്മജീവികൾക്ക് പേര് പഠിക്കുക. സം ബാക്ടീരിയസ് ആർ യൂസ്ഡ് ടു ഇൻക്രീസ് സോയിൽ ഫെർട്ടിലിറ്റി ഓർ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ചില ബാക്ടീരിയകളാണ് ഒന്ന് റൈസോബിയം ബാക്ടീരിയ, Rhizobium, second Acetobacter. Second bacteria is used for the microbial fertilizer, Acetobacter, and Azospirillum. These are the different bacteria. Rhizobium, rhizobium. ഈ റൈസോബിയം എന്ന് പറയുന്ന ബാക്ടീരിയ സാധാരണ എവിടെയാണ്? നമ്മൾ മണ്ണിലിട്ട് കൊടുത്താൽ പീ പ്ലാന്റിന്റെ സഹായത്തോടെയാണ് നൈട്രജൻ ഫെർട്ടിലൈസർ ഇൻക്രീസ് ചെയ്യുക. അപ്പോ ഈ റൈസോബിയം പലപ്പോഴും പീ പ്ലാന്റിനകത്ത് താമസിക്കുന്ന ബാക്ടീരിയകൾ കൂടിയാണ്. ഇവരാണ് ഈ പീ പ്ലാന്റിന്റെ സഹായത്തോടെ നൈട്രജൻ ഫെർട്ടിലൈസർ ഇൻക്രീസ് ചെയ്യുന്നത്. പിന്നെ അസറ്റോബാക്ടറിനെ കാണാം. ഈ അസറ്റോബാക്ടറിനും അതുപോലെ തന്നെ ഈ അസോസ്പൈറലം പോലുള്ള ഇത്തരം ബാക്ടീരിയകൾക്കൊക്കെ എന്ത് നടത്താനുള്ള കഴിവുണ്ട്? നൈട്രജൻ ഫെർട്ടിലൈസർ സോയിൽ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാനുള്ള കഴിവുണ്ട്. ഇവരെയൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. ഇവരുടെയൊക്കെ വാങ്ങാൻ ആ രീതിയിൽ ഇവരെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കാണാം റൈസോബിയവും അതുപോലെ തന്നെ അസറ്റോബാക്ടറും അസോസ്പൈറലത്തിന്റെ ഒക്കെ ബോട്ടിൽ കാണിച്ചിട്ടുണ്ട്. കണ്ടല്ലോ? ഇത്തരം ഫെർട്ടിലൈസർ, അതായത് ഇവരടങ്ങിയ ഈ ഫെർട്ടിലൈസർ നമുക്ക് വാങ്ങിയാൽ മതി. എന്നിട്ട് കൊണ്ടുപോയിട്ട് മണ്ണിൽ ഇട്ട് കൊടുത്താല് സോയിൽ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ സം അക്വാറ്റിക് പ്ലാന്റ്സ്. അക്വാറ്റിക് പ്ലാന്റ് ഉണ്ട്. അക്വാറ്റിക് പ്ലാന്റ്
ഹെൽപ്സ് ടു ഇൻക്രീസ് സോയിൽ ഫെർട്ടിലിറ്റി. മെയിൻ ആയിട്ട് നൈട്രജൻ ഫെർട്ടിലൈസർ തന്നെയാണ് ഇവരും ഇൻക്രീസ് ചെയ്യുന്നത്. സോയിൽ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്ന അക്വാറ്റിക് പ്ലാന്റിന്റെ പേരാണ് ദാറ്റ് ഈസ് അസോള. അസോള നീ കണ്ടല്ലോ, അസോള അയാളുടെ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ അസോള, ഇതിന്റെ പേരാണ് അസോള. ഈ അസോളയൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ഫെർട്ടിലൈസർ ആയിട്ട് അല്ലെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാം, ചെടികൾക്ക് ഇട്ടുകൊടുക്കാം. മാക്സിമം സോയിൽ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യും. ഇത്തരത്തില് സോയിൽ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഈ മൈക്രോ ഓർഗാനിസങ്ങളെയാണ് എന്ത് വിളിക്കുക, മൈക്രോബിയൽ ഫെർട്ടിലൈസർ എന്ന് വിളിക്കുക. കിട്ടിയോ? ഇവരുടെ പേര് പഠിക്കണേ. മൈക്രോബിയൽ ഫെർട്ടിലൈസർ ആയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു ഫെർട്ടിലൈസേഴ്സിന്റെ പേര് പഠിക്കുക. അപ്പോൾ നല്ല മെച്ചപ്പെട്ട വിളവ് കിട്ടാൻ, സോയിൽ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ ഇത്തരത്തിലുള്ള ഈ ഒരു മൈക്രോബ്സിനെ നമുക്ക് യൂസ് ചെയ്യാം. അല്ലെ? അപ്പൊ നിങ്ങളുടെ ഒരു മണ്ണില് ഇത്തരം മൈക്രോബിയൽ ഫെർട്ടിലൈസർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്, കുറച്ച് പ്രിക്കോഷൻസ് ഉണ്ട്, കുറച്ച് മുൻകരുതലുകൾ എടുക്കണം ഇത് ചെയ്യുമ്പോൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുൻകരുതൽ എന്താന്ന് പറഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കെമിക്കൽ ഫെർട്ടിലൈസർ ഉപയോഗിക്കാൻ പാടില്ല. ഡു നോട്ട് യൂസ് കെമിക്കൽ ഫെർട്ടിലൈസർ. ശ്രദ്ധിക്കണേ, മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സും അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഇത്തരത്തിലുള്ള സൂക്ഷ്മജീവികളെ മണ്ണിലേക്ക് ഇട്ടുകൊടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അതിനകത്ത് എന്ത് യൂസ് ചെയ്യാൻ പാടില്ല, ഡു നോട്ട് യൂസ് കെമിക്കൽ ഫെർട്ടിലൈസർ. കെമിക്കൽ ഫെർട്ടിലൈസറും കെമിക്കൽ പെസ്റ്റിസൈഡും, കീടനാശിനികളൊക്കെ കണ്ടില്ലേ നിങ്ങൾ, ഇത്തരത്തിലുള്ള കെമിക്കൽ പെസ്റ്റിസൈഡുകളും കെമിക്കൽ ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ രാസവളങ്ങളും രാസ കീടനാശിനികളും ഒരു തരത്തിലും ആ മണ്ണിൽ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഉപയോഗിച്ചാൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ മൈക്രോ ഓർഗാനിസങ്ങളൊക്കെ എന്തായി പോകും, ഡെഡായി പോകും. പിന്നെ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടാൻ പോകില്ല. ഓക്കെ, രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് പ്രോപ്പർ ഇറിഗേഷൻ ആണ്. പ്രോപ്പർ ഇറിഗേഷൻ. ഇറിഗേഷൻ എന്ന് പറഞ്ഞാല് മതിയായ ജലസേചനം നടത്തുക എന്നുള്ളതാണ്. അതായത് ഇത്തരം മൈക്രോബ്സിനെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യത്തിന് നല്ല ജലസേചനം നടത്തണം. നല്ല രീതിയിൽ വെള്ളം ഈ ചെടികൾക്കും അല്ലെങ്കിൽ ആ മണ്ണിന് എത്തിച്ചു കൊടുക്കണം നമ്മൾ. അതാണ് രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത്. ഇനി മൂന്നാമത് ശ്രദ്ധിക്കേണ്ടത് ഓൺലി യൂസ് ബയോ ഫെർട്ടിലൈസർ. അപ്പൊ ഇവരുടെ കൂടെ നമ്മൾ എന്ത് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, കെമിക്കൽ ഫെർട്ടിലൈസർ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എന്ത് യൂസ് ചെയ്യാം, ബയോ ഫെർട്ടിലൈസർ യൂസ് ചെയ്യാം. അപ്പൊ ഇത്തരത്തിൽ ജൈവ വളങ്ങൾ മാത്രം ഉപയോഗിക്കുക, അതാണ് ബയോ ഫെർട്ടിലൈസർ യൂസ് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവരുടെ സഹായത്തോടെ മാക്സിമം സോയിൽ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്തിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള മെച്ചപ്പെട്ട വിളവ് നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് മനസ്സിലാക്കുന്നുണ്ടല്ലോ, നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് പഠിക്കണേ. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഏരിയകളാണ്, ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും. ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത് മറ്റൊരു ഏരിയ. നിങ്ങൾക്കറിയാലോ, നമ്മൾ കർഷകരെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം, നിങ്ങൾ ഈ അടുത്ത കാലത്ത് ചിലപ്പോൾ പത്ര വാർത്തയിലും അതുപോലെ തന്നെ ടിവിയിലും ന്യൂസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം. ലോക്കസ്റ്റ് എന്ന് പറയുന്ന ഒരു ഇൻസെക്ട്, അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ, വെട്ടുകിളികൾ എന്ന് വിളിക്കുന്ന ഇൻസെക്റ്റുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഈ ഇൻസെക്റ്റുകൾ ലക്ഷക്കണക്കിന് ഏക്കർ വരുന്ന ആ ഒരു തോട്ടങ്ങളിലൊക്കെ, പ്രധാനമായിട്ടും റൈസ് ഫീൽഡുകളിൽ അതുപോലെ തന്നെ വീറ്റിന്റെ ഫീൽഡുകളിൽ അവിടെയൊക്കെ ഇതിന്റെയൊക്കെ ഇലകളൊക്കെ തിന്നു കളഞ്ഞ് അങ്ങനെ മൊത്തത്തിൽ അതിന്റെ ഈൽഡ് കുറക്കാണ്. പെസ്റ്റ്, അത് കേട്ടിട്ടുണ്ടാവും, പെസ്റ്റുകളെ കീടം എന്ന് വിളിക്കാം. നല്ല പേരല്ലേ, കീടം എന്ന് വിളിക്കാം. അപ്പോ ഒരു അഗ്രികൾച്ചറൽ സെക്ടർ, ഒരു കൃഷി അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫേസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം ഉണ്ട്. അവരുടെ വിളകളൊക്കെ നശിച്ചു പോവാ. വിളകൾ നശിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, അല്ലെ, വിളനഷ്ടം നമ്മൾ നേരത്തെ പറയാം, ക്രോപ്പ് ലോസ്. ഈ ക്രോപ്പ് ലോസ് അവർ നന്നായിട്ട് കൃഷി ചെയ്തു, ഒരുപാട് ഫെർട്ടിലൈസർക്ക് കൊടുത്തു, വലിയ ചെലവിൽ നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള ഇൻസെക്ട് പെസ്റ്റുകൾ വന്നിട്ട് ഇതൊക്കെ തിന്നുകളയാണ്. അങ്ങനെ തിന്നിട്ട് ക്രോപ്പുകൾ കംപ്ലീറ്റ് നശിപ്പിച്ച് കളഞ്ഞിട്ട് അവരുടെ ക്രോപ്പ് ലോസ് സംഭവിക്കുകയാണ്. അങ്ങനെ അവർക്ക് വലിയ നഷ്ടം സംഭവിക്കുകയാണ്. അപ്പൊ ഇത്തരത്തില് കർഷകരെ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ കർഷകർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് പെസ്റ്റ്. ഒരുപാട് പെസ്റ്റുകളുണ്ട്. ചില പെസ്റ്റുകൾ തണ്ടൊക്കെ തുരന്ന് കളയും. തണ്ട് തുരപ്പെന്നാ വിളിക്കുക. സ്റ്റെം ബോറർ, തുരപ്പന്മാരാണ്, നല്ല തുരപ്പന്മാരാണ്. നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവില്ല തുരപ്പന്മാര്? ഇല്ല. അപ്പൊ ഏതായാലും നല്ല തുരപ്പന്മാരാണ്. അതുപോലെ തന്നെ ചില ഫ്രൂട്ട് ബോറേഴ്സ് ആണ്. ഫ്രൂട്ട് ബോറേഴ്സ് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് തുരയ്ക്കുക. ഫ്രൂട്ട് തുരന്നിട്ട് ഫ്രൂട്ടിനകത്ത് കയറിയിട്ട് മുട്ടയൊക്കെ ഇട്ടിട്ട് ലാഭേണ്ട പുഴുക്കളൊക്കെ ആയിട്ട് മാറും. അപ്പൊ സ്റ്റെം ബോറേഴ്സ്, ചിലത് ലീഫ് തിന്നുകളയും, ഇലകളൊക്കെ തിന്നുകളയും. ലീഫ് ബീച്ചൽസ് ഉണ്ട്, ഇലകൾ തിന്നുകളയാ. അപ്പൊ പിന്നെ പ്ലാന്റിന്റെ നഷ്ടം സംഭവിക്കാം. അപ്പോ ഈ രീതിയിൽ ഇവർ പ്ലാന്റിനെ അറ്റാക്ക് ചെയ്യുന്ന കുറെ പെസ്റ്റുകളാണ്. നിങ്ങൾ കണ്ടല്ലോ, ഈ പെസ്റ്റുകളൊക്കെ എന്താ ചെയ്യാന്ന് പറഞ്ഞാല് പല തരത്തിലുള്ള പെസ്റ്റുകൾ. ഇവരൊക്കെ ആ പ്ലാന്റുകളുടെ ഈൽഡ് കംപ്ലീറ്റ് കുറക്കാം. ചിലത് അതിന്റെ ലീഫ് തിന്ന് കളയുന്ന ആൾക്കാരുണ്ട്, ചിലത് അതിന്റെ സ്റ്റെമ്മിന്റെ മുകളിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഇവരൊക്കെ എന്താ ചെയ്യാന്നാൽ പല തരത്തിലും ക്രോപ്പുകളെ അറ്റാക്ക് ചെയ്തിട്ട് അതിന്റെ ഈൽഡ് കംപ്ലീറ്റ് കുറക്കാനുള്ളതാണ്. നിങ്ങൾക്കറിയാലോ, നമ്മൾ സാധാരണ ഒരു പെസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനെ നശിപ്പിക്കാൻ എന്താ ചെയ്യാം? മിക്കവാറും മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ യൂസ് പെസ്റ്റിസൈഡ്. കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ആർ യൂസ്ഡ് ടു ഡിസ്ട്രക്ഷൻ ഓഫ് ദീസ് പെസ്റ്റസ്. അല്ലെ, ഈ പെസ്റ്റുകളെ നശിപ്പിക്കാൻ കെമിക്കൽ പെസ്റ്റിസൈഡ് ഉപയോഗിക്കും മിക്കവാറും ആൾക്കാർ. കെമിക്കൽ പെസ്റ്റിസൈഡ് എന്ന് പറഞ്ഞാൽ രാസ കീടനാശിനികൾ. അപ്പൊ ഇത്തരം രാസ കീടനാശിനികൾ അല്ലെങ്കിൽ കെമിക്കൽ പെസ്റ്റിസൈഡ് ഉപയോഗിച്ചുള്ള കുഴപ്പം എന്താണെന്ന് പറയാം.
ബെനിഫിറ്റ് എന്ന് പറയാനൊന്നുമില്ല. നമ്മളെ ഈ കീടങ്ങൾക്ക് നശിച്ചു എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ ഒരുപാട് ഹാംഫുൾ എഫക്റ്റ് നമുക്ക് സംഭവിക്കാറുണ്ട്. അപ്പൊ ഈ പെസ്റ്റുകളെ ഒരിക്കലും നശിപ്പിക്കാൻ വേണ്ടി കെമിക്കൽ പെസ്റ്റിസൈഡ് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ഇവരെ എങ്ങനെ നശിപ്പിക്കുന്നു കൂടി അറിയണം അല്ലെ? എന്നാലേ കർഷകർക്ക് അവരുടെ വിളകളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഹാർംഫുൾ എഫക്ട് ഓഫ് കെമിക്കൽ പെസ്റ്റിസൈഡ്. റെഡി? അപ്പൊ എല്ലാവരും നോക്കണം. നമ്മൾ കെമിക്കൽ പെസ്റ്റിസൈഡ് എന്താണ് ഉപയോഗിച്ചാലുള്ള കുഴപ്പമെന്നാണ് പഠിക്കാൻ പോകുന്നത്. പ്രധാനമായിട്ടും കെമിക്കൽ പെസ്റ്റിസൈഡ് ഉപയോഗിക്കുന്നുള്ള ഒരു കാര്യം തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. പെസ്റ്റിസൈഡിന് തളിക്കുന്നത് അല്ലെ? ഒരാൾ പെസ്റ്റിസൈഡ് തളിക്കുന്ന ആളുകൾ ഈ രീതിയിൽ ഇത്തരത്തിലുള്ള പെസ്റ്റിസൈഡുകൾ തളിച്ചു കഴിഞ്ഞാൽ ഈ പെസ്റ്റുകൾ കൂട്ടത്തോടെ ചത്തുപോകും. അത് ഉറപ്പാണ്. കെമിക്കൽ പെസ്റ്റിസൈഡ് ഡിസ്ട്രോയ് പെസ്റ്റ് ടോട്ടലി. മുഴുവൻ പെസ്റ്റുകളെയും ഒന്നിച്ച് കൊന്നളയും. പക്ഷെ ഇതിന് വേറെ കുഴപ്പമുണ്ട്. നിരന്തരം കെമിക്കൽ പെസ്റ്റിസൈഡ് തന്നെ നമ്മൾ ആ ഒരു തോട്ടങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ നിരന്തരം കെമിക്കൽ ഫെർട്ടിലൈസർ കണ്ടിന്യൂസ് ആയിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ പെസ്റ്റ് അക്വയർ റെസിസ്റ്റൻസ് ടു ദാറ്റ് പെസ്റ്റിസൈഡ് എന്ന് പറഞ്ഞാല് ആ പെസ്റ്റുകൾക്ക്, അതായത് പിന്നെ പുതുതായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പെസ്റ്റുകൾക്ക് ഇത്തരത്തിലുള്ള കെമിക്കലിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവും. എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഈ പെസ്റ്റിസൈഡ് സാധാരണ ഇത്തരം പെസ്റ്റിസൈഡ് തളിച്ചു കൊടുത്താൽ ചിലപ്പോൾ ഈ പെസ്റ്റുകൾ ചാവണമെന്നില്ല, വേറെ പെസ്റ്റുകൾ ചാവണമെന്നില്ല. അപ്പൊ ഈ പെസ്റ്റുകൾക്ക്, കീടങ്ങൾക്ക് ഈ കീടനാശിനിക്കെതിരെ ഒരു പ്രതിരോധ ശക്തി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ വീണ്ടും എന്താ ചെയ്യുന്നത്? പിന്നെയും കുറേയും കൂടി വീര്യം കൂടിയ, ശക്തി കൂടിയ പെസ്റ്റിസൈഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ അത്തരത്തിലുള്ള മാരകമായ കീടനാശിനികൾ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്കറിയാലോ ഒരുപാട് പ്രോബ്ലംസ് ആണ്. ഈ കീടനാശിനികൾ, ഈ പെസ്റ്റിസൈഡുകളൊക്കെ മണ്ണിൽ വീണു, എയറിലെത്തി, മൊത്തത്തിൽ എൻവയോൺമെന്റൽ പൊല്യൂഷൻസ് സംഭവിക്കാം, എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ആണ്. പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു പെസ്റ്റിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിലും ഇത് കഴിക്കുന്ന മറ്റു പല ഇൻസെക്റ്റുകൾ നശിക്കും. ചിലപ്പോൾ പ്ലാന്റിന് ഒരു ദോഷവും ഉണ്ടാക്കാത്ത ഏതെങ്കിലും ഇൻസെക്റ്റുകൾ ഉണ്ടെങ്കിൽ അവർക്ക് വരെ ഇത് കഴിച്ചാൽ പ്രശ്നങ്ങൾ തരികയാണ്. അപ്പൊ ഏതെങ്കിലും ഒന്നിനെ കൊല്ലാനാക്കുമ്പോൾ മറ്റ് പല എൻവയോൺമെന്റിലും പല ഓർഗാനിസങ്ങൾക്കും അതുവഴി പ്രോബ്ലംസ് ഉണ്ടാവും. ഈവൻ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും, ഹെൽത്ത് പ്രോബ്ലംസ്. ഈ അടുത്ത കാലത്ത് ക്യാൻസർ, ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികൾ പെരുകാനുള്ള ഒരു കാരണം ഇത്തരം പെസ്റ്റിസൈഡുകളുടെ ഉപയോഗമാണ്. നിങ്ങൾക്കറിയാലോ, എൻഡോസൾഫാൻ എന്ന് പറയുന്ന ഒരു മാരകമായ പെസ്റ്റിസൈഡ് ഉപയോഗിച്ച കാസർഗോഡ് ജില്ലയിൽ ഇപ്പോഴും ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ വൈകല്യങ്ങളാണ്. എൻഡോസൾഫാന്റെ റിസൾട്ടായിട്ട് കാണുന്നത്. അപ്പൊ ഇത്തരത്തിൽ എൻഡോസൾഫാൻ പോലുള്ള മാരകമായ കീടനാശിനികൾ ഉപയോഗിച്ചപ്പോൾ ആ ഉപയോഗിച്ച ആളുകളുടെ ശരീരത്തിൽ വന്നിട്ട് അവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഇനി തലമുറകളായിട്ട് ഈ ഒരു കുഴപ്പങ്ങൾ അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വൈകല്യങ്ങളാണ്. ഒരുപാട് ശാരീരിക പ്രശ്നങ്ങൾ ഇത്തരത്തിലെ കെമിക്കൽസ് ഉപയോഗിച്ചാൽ സംഭവിക്കും. അപ്പൊ പരമാവധി നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ വീടുകളിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ പരമാവധി ഇത്തരം കെമിക്കൽ ഫെർട്ടിലൈസർ, കെമിക്കൽ പെസ്റ്റിസൈഡുകളുടെ ഉപയോഗം കുറക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത് ഉപയോഗിച്ചാലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. ക്യാൻസർ പോലുള്ള മാരകമായ പ്രശ്നങ്ങൾക്ക് ഈ ഒരു കെമിക്കൽ പെസ്റ്റിസൈഡ് കാരണമാകുന്നതാണ്. അല്ലേ? അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് പെസ്റ്റുകൾ നശിപ്പിക്കാൻ ഒരു തരത്തിലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇത്തരത്തിലുള്ള ആ ഒരു കെമിക്കൽസ് ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഈ പെസ്റ്റുകളിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമല്ലോ. കെമിക്കൽ ഫെർട്ടിലൈസർ ഉപയോഗിക്കില്ലെങ്കിൽ പെസ്റ്റിസൈഡ് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് എന്ത് മാർഗത്തിലൂടെ ഈ പെസ്റ്റുകൾ ഒന്ന് കൺട്രോൾ ചെയ്യാം? തികച്ചും ബയോളജിക്കൽ ആയുള്ള കൺട്രോൾ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ബയോളജിക്കൽ കൺട്രോൾ ഓഫ് പെസ്റ്റ്. ഓക്കെ, അപ്പൊ ബയോളജിക്കൽ കൺട്രോൾ ആയിട്ട് നമുക്ക് പെസ്റ്റുകൾ എങ്ങനെ നശിപ്പിക്കാം എന്ന് നോക്കാം. ഓക്കെ, നിങ്ങള് പെസ്റ്റുകളുടെ അറ്റാക്ക് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് കാണാം. പെസ്റ്റുകൾ ചെടികളെ അറ്റാക്ക് ചെയ്യാണ്. അപ്പൊ ഈ ചെടികളെ അറ്റാക്ക് ചെയ്തിട്ട് ചെടികളുടെ ഭാഗങ്ങളും അതിന്റെ ഇലകളും ഒക്കെ എന്ത് ചെയ്താണ് ഇങ്ങനെ തിന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ തിന്നിട്ട് അത് നശിപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ ക്ലോറോഫിലൊക്കെ നശിച്ചുപോയി. പിന്നെ അതിന്റെ ഫോട്ടോസിസിനുള്ള എഫിഷ്യൻസി ഒക്കെ കുറഞ്ഞ് അതിന്റെ ഈൽഡ് കംപ്ലീറ്റ് കുറഞ്ഞു പോകും. അപ്പൊ ഇങ്ങനെ ആ ഒരു ചെടിയെ വല്ലാതെ അറ്റാക്ക് ചെയ്യുന്ന ഇത്തരം പെസ്റ്റുകളെ നമുക്ക് ഒഴിവാക്കണമെങ്കിൽ അതിന്റെ മുകളിൽ പെസ്റ്റിസൈഡ് തളിക്കരുത് നമ്മൾ പറഞ്ഞു. പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ബയോളജിക്കൽ കൺട്രോളിലൂടെ അത് പരിഹരിക്കാവുന്നതാണ്. ബയോളജിക്കൽ കൺട്രോൾ എന്ന് പറഞ്ഞാല് പല പെസ്റ്റുകളുടെയും നാച്ചുറൽ എനിമീസ് ഉണ്ട് അല്ലെ? അതായത് നാച്ചുറൽ എനിമി. എന്താ എനിമി എന്ന് പറഞ്ഞാല്? എനിമി എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ അല്ലെ? അതായത് ചില ശത്രുക്കളുണ്ട്. അതായത് ചില ഇൻസെക്റ്റുകള്, ചില ബേർഡ്സ് ചില ഇൻസെക്റ്റുകളെ തിന്നും. അപ്പൊ നമ്മളെ കൃഷിയെ നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന ഒരു പെസ്റ്റിനെ കഴിക്കുന്ന ചില ബേർഡ്സ് ഉണ്ടെങ്കിൽ അത്തരം ബേർഡ്സിനെ നമ്മൾ ആ തോട്ടങ്ങളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പൊ ഈ ബേർഡ്സ് എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ബേർഡ്സ് നേരെ പോയിട്ട് എന്ത് ചെയ്തോളും? ആ ബേർഡ്സിന് ആവശ്യമായ അവർക്ക് ആ കാണുന്ന ഇൻസെക്റ്റുകളൊക്കെ അവർ തിന്നോളും. ഈ ബേർഡ്സ് ഒരിക്കലും നമ്മുടെ ക്രോപ്പുകൾ എന്ത് ചെയ്യാൻ പാടില്ല, അറ്റാക്ക് ചെയ്യാൻ പാടില്ല. അപ്പൊ ക്രോപ്പുകൾക്ക് ഹാർംഫുൾ എഫക്ട് ഉണ്ടാക്കാത്ത ഈ പെസ്റ്റുകളുടെ ശത്രുക്കളെ നമ്മൾ ആ സ്ഥലത്ത് ഇറക്കി കൊടുക്കുക. അപ്പൊ എന്താ കുഴപ്പം? നമ്മളൊന്നും ചെയ്യേണ്ടിയില്ല. എന്ത് ചെയ്തോളും? ഇവര് തന്നെ ആ കാര്യങ്ങൾ എന്ത് ചെയ്തോളും? കൺട്രോൾ ചെയ്തോളും. എന്ന് പറഞ്ഞാൽ ആ ഇൻസെക്റ്റുകൾ അല്ലെങ്കിൽ ആ ഇൻസെക്റ്റുകളെ കഴിക്കുന്ന അതിന്റെ ശത്രുക്കൾ വന്നിട്ട് ഇവരെ തിന്ന് നശിപ്പിച്ചോളും.
ഓക്കെ, അത്തരത്തിലുള്ള ആ ഒരു കൺട്രോളിനാണ് ബയോളജിക്കൽ കൺട്രോൾ ഓഫ് പെസ്റ്റ് എന്ന് വിളിക്കുക. ബയോളജിക്കൽ കൺട്രോൾ ഓഫ് പെസ്റ്റ് അത് മെയിൻ ആയിട്ട് ചെയ്യുന്നത് നാച്ചുറൽ എനിമീസിനെ വെച്ചിട്ടാണ്. അതാകുമ്പോൾ നമുക്ക് പരിസ്ഥിതിക്ക് ഒരു ദോഷം ഉണ്ടാവാത്ത രീതിയിൽ പെസ്റ്റുകൾ എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന പെസ്റ്റ് കൺട്രോളിന് ഒരു പേരുണ്ട്, ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ്. പരീക്ഷയ്ക്ക് ചോദിക്കാം, ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ്, IPM. സംയോജിത കീട നിയന്ത്രണം എന്നാണ് മലയാളത്തിൽ വിളിക്കുക. സംയോജിത കീട നിയന്ത്രണം. സംയോജിത കീട നിയന്ത്രണം. അപ്പൊ ഇവിടെ നോക്കാം, ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം, അല്ലെങ്കിൽ സംയോജിത കീട നിയന്ത്രണം എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ, ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റോട് ഉദ്ദേശിക്കുന്നത് പെസ്റ്റുകളെ പൂർണ്ണമായിട്ടും നശിപ്പിക്കുക എന്നുള്ളതല്ല. അതായത് പെസ്റ്റുകളെ പൂർണ്ണമായിട്ടും നശിപ്പിച്ച് കളയുക എന്നുള്ളതല്ല. കാരണം ഈ ഭൂമി എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്, പെസ്റ്റുകൾക്കും ഇവിടെ അവകാശമുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മുഴുവൻ ഓർഗാനിസങ്ങൾ അല്ലെങ്കിൽ മുഴുവൻ പെസ്റ്റുകളെയും ടോട്ടലായിട്ട് എന്ത് ചെയ്യുക എന്നുള്ളതല്ല, നശിപ്പിക്കുക എന്നുള്ളതല്ല ഇതിന്റെ ഉദ്ദേശം. പെസ്റ്റുകളെ കൺട്രോൾ ചെയ്യാനുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അവരെ മുഴുവനായിട്ട് കൊന്നൊടുക്കാതെ അവരുടെ എണ്ണം പെരുകുന്നത് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ പ്രിവെന്റ് ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പെസ്റ്റ്. അപ്പോ എണ്ണം പെരുകുന്നത് കുറച്ചു കൊണ്ടുവരിക, എന്നിട്ട് അവരുടെ എണ്ണം ലിമിറ്റ് ചെയ്യുക. ലിമിറ്റ് ദ നമ്പർ ഓഫ് പെസ്റ്റ് ബൈ നോട്ട് അഫക്റ്റിംഗ് ക്രോപ്പ്. അത് നമ്മുടെ ക്രോപ്പുകളെ അഫക്ട് ചെയ്യാത്ത രീതിയിൽ ഈ പെസ്റ്റുകളുടെ അളവ് കൺട്രോൾ ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആ ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റിന്റെ പോയിന്റുകൾ ഒന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ നല്ല ഇതാണ് എന്ന് പറഞ്ഞത്. ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റോട് ഉദ്ദേശിക്കുന്നത്, പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് ഡിസ്ട്രക്ഷൻ ഓഫ് പെസ്റ്റ് ടോട്ടലി. എന്നാൽ പെസ്റ്റുകളെ പൂർണ്ണമായിട്ടും നശിപ്പിക്കുക എന്നതല്ല ഉദ്ദേശിക്കുന്നത്. പെസ്റ്റുകളെ പൂർണ്ണമായിട്ടും നശിപ്പിക്കുന്നില്ല. പകരം എന്താ ചെയ്യുന്നാൽ ഇറ്റ് പ്രിവെന്റ് ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പെസ്റ്റ്. അതായത് ഈ കീടങ്ങളുടെ എണ്ണം പെരുകുന്നത് തടയുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ലിമിറ്റ് ദർ നമ്പർ വിത്തൗട്ട് ക്രോപ്പ് ലോസ്. അതായത് വിളകൾക്ക് നഷ്ടം സംഭവിക്കാതെ ഇവരുടെ എണ്ണം നിജപ്പെടുത്തി അത് പരിമിതപ്പെടുത്തി നിർത്തുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, നമ്മൾ ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വാട്ട് ഈസ് ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് എന്ന് ചോദിച്ചാൽ ഈ പോയിന്റുകൾ എഴുതണം. അപ്പോ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട് മാത്രമേ എന്തിനെ കൺട്രോൾ ചെയ്യാൻ പാടുള്ളൂ, പെസ്റ്റുകളെ കൺട്രോൾ ചെയ്യാൻ പാടുള്ളൂ. ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ പരിസ്ഥിതിക്ക് ഒരു കോട്ടവും വരാത്ത രീതിയിൽ മാത്രം കൺട്രോൾ ചെയ്യാം. അപ്പൊ അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ എത്രയുള്ളൂ, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എത്രയുള്ളൂ. അതായത് ഡു നോട്ട് യൂസ് കെമിക്കൽ പെസ്റ്റിസൈഡ്, അതൊരു തരത്തിലും യൂസ് ചെയ്യാതിരിക്കുക. മനസ്സിലായല്ലോ? ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. ഡു നോട്ട് യൂസ് കെമിക്കൽ പെസ്റ്റിസൈഡ്, രാസ കീടനാശിനികൾ ഉപയോഗിക്കാതിരിക്കുക. ആൻഡ് ഓൺലി യൂസ് ബയോ പെസ്റ്റിസൈഡ്, ജൈവ കീടനാശിനികൾ ഉപയോഗിക്കുക. ജൈവ കീടനാശിനികൾ, പുകയില കഷായം പോലുള്ള അല്ലെ ജൈവ കീടനാശിനികൾ ഉപയോഗിക്കുക. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിനും നമുക്ക് മറ്റുള്ള പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല, പെസ്റ്റുകൾക്ക് നാശം സംഭവിക്കുകയും ചെയ്യും. അപ്പൊ ജൈവ കീടനാശിനികൾ ഉപയോഗിക്കുക. അല്ലെങ്കിൽ ബയോളജിക്കൽ കൺട്രോൾ ഓഫ് പെസ്റ്റ്, അതായത് നാച്ചുറൽ എനിമീസിനെ ഉപയോഗിച്ചുകൊണ്ട് ബയോളജിക്കൽ കൺട്രോൾ, അവരുടെ ശത്രുക്കളെ കൊണ്ടുവന്നിട്ട് ഇവരെ പിടിച്ച് നശിപ്പിക്കുക. പൂർണ്ണമായിട്ടല്ല, അവരെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുക. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പെസ്റ്റിന്റെ അളവ് കോൺസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ കൂടാതെ നമ്മുടെ ക്രോപ്പുകൾക്കൊന്നും നഷ്ടമില്ലാതെ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട് പെസ്റ്റ് മാനേജ്മെന്റ് നടത്താൻ പറ്റും. അപ്പോ ഇക്കോ ഫ്രണ്ട്ലി പെസ്റ്റ് മാനേജ്മെന്റ് നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒരു തരത്തിലും രാസകീടനാശിനികൾ ഉപയോഗിക്കാൻ പാടില്ല. റെഡിയല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പെസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇനി നമുക്കൊരു സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ, ഒരു സുസ്ഥിര കൃഷി, ഒരു നല്ല രീതിയിൽ കൃഷി നടത്തുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം. ഓക്കെ, അതാണ് നമുക്ക് പഠിക്കാൻ പോകുന്നത്. സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ, ഒരു സുസ്ഥിര കൃഷി എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് നല്ല രീതിയിൽ നല്ലൊരു സുസ്ഥിരമായ ഒരു കൃഷി നമ്മൾ നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒരു കർഷകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നഷ്ടം സംഭവിക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാല് അവർ കണക്കില്ലാത്ത പൈസ കൊടുത്തിട്ടാണ് വിത്തുകൾ അല്ലെങ്കിൽ സീഡ് വാങ്ങുക. അതുപോലെ തന്നെ അവരെ ഒരുപാട് വളം, രാസവളങ്ങളും മറ്റു വളങ്ങളും ഒക്കെ വാങ്ങിയിട്ട് കൃഷി ചെയ്യും. അപ്പൊ ഈ കൃഷി ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള രാസവളങ്ങളൊക്കെ ഉപയോഗിച്ച് കൃഷി ചെയ്താൽ മണ്ണിന്റെ ആ ഒരു മണ്ണിലെ നാച്ചുറൽ ഫെർട്ടിലൈസർ, നാച്ചുറൽ ആയിട്ടുള്ള ബയോളജിക്കൽ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം ഒക്കെ നശിച്ചു. അങ്ങനെ നശിച്ചുപോയാൽ പിന്നെ ഇവർക്ക് വീണ്ടും കൃഷി ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള രാസവളങ്ങൾ വീണ്ടും വാങ്ങേണ്ടി വരും. അങ്ങനെ നിരന്തരം ഇത്തരം രാസവളങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് ഇവർ കൃഷി നടത്തുമ്പോൾ സോയിലിന്റെ ഫെർട്ടിലിറ്റിയും സോയിൽ ടെക്സ്ചറും ഒക്കെ എന്തായി പോകും, സോയിലിന്റെ ഘടനയും ഒക്കെ എന്തായി പോകും, സോയിൽ കമ്പോസിഷനും ഒക്കെ നശിച്ചു. പിന്നെ കുറെ കാലം കഴിഞ്ഞാൽ പിന്നെ രാസവളങ്ങൾ ഉപയോഗിച്ചാൽ പോലും കൃഷി ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഈ ഒരു ഏരിയ മാറിപ്പോകും. അപ്പൊ അങ്ങനെ വരുമ്പോൾ കർഷകർക്ക് പിന്നെ കൃഷി ചെയ്യാൻ സ്ഥലങ്ങൾ ഉണ്ടാവില്ല. അത്തരത്തിലുള്ള വലിയൊരു പ്രശ്നം വരും. അപ്പോ നമ്മൾ ചെയ്യുമ്പോൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇത്ര രാസവളങ്ങൾക്ക് ഒഴിവാക്കിയിട്ട് നല്ല ജൈവവളങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് കൃഷി ചെയ്യാം.
ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും, അതായത് മത്സ്യങ്ങളെയും അതുപോലെ തന്നെ മറ്റു മൃഗങ്ങളെയും സസ്യങ്ങളെയും പക്ഷികളെയും എന്നുകൊണ്ട് എല്ലാവരെയും വളർത്തുക. ഉദാഹരണത്തിന് ഒരു ഇന്റഗ്രേറ്റഡ് ഫാമിംഗ്, ഇപ്പൊ നെൽകൃഷി നടത്തുക, പച്ചക്കറി കൃഷി നടത്തുക, അപ്പുറം മത്സ്യകൃഷി നടത്തുക, അവിടെ തന്നെ കുറെ പശുക്കളെ വളർത്തുക, ആടുകളെ വളർത്തുക, കോഴികളെ വളർത്തുക, മുയലുകളെ വളർത്തുക, അങ്ങനെ വ്യത്യസ്തങ്ങളായ ഒരു സ്ഥലത്ത് തന്നെ എല്ലാം കൂടി കൃഷി ചെയ്യുക. അത് ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് ചെയ്താലുള്ള ഒരു ഗുണം, ഇപ്പൊ അതായത് പശുവിന്റെ വേസ്റ്റ് ഒക്കെ ഉണ്ടാവും. പശുവിന്റെ വേസ്റ്റ് ഒക്കെ ചെടികൾക്ക് വളമായിട്ട് കൊടുക്കുക. അപ്പൊ ഒന്നിന്റെ വേസ്റ്റ് മറ്റൊന്നിന് വളമായിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നെൽകൃഷിയൊക്കെ നടത്തിയിട്ട് അവിടെ പുല്ലൊക്കെ ഉണ്ടാവും, ആ പുല്ലൊക്കെ പശുവിനെ തിന്നാൻ കൊടുക്കുക. അപ്പൊ മൊത്തത്തില് ഈ ഒരു സീറോ വേസ്റ്റ് മാനേജ്മെന്റ് പ്രൊസീജിയറാണ് ഈ ഒരു ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് നടത്തിയാൽ നമുക്ക് കിട്ടുക. അപ്പൊ ഒരു സ്ഥലത്ത് കൃഷിയും എല്ലാം കൂടി ഒന്നിച്ച് ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് ഒക്കെ നടത്തിയിട്ട് നമ്മൾ കൃഷി കൂടുതൽ ആദായകരമാക്കി മാറ്റാം. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു സുസ്ഥിര കൃഷിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ടു റെഡ്യൂസ് കെമിക്കൽ ഫെർട്ടിലൈസർ, രാസവളങ്ങളൊക്കെ ഒഴിവാക്കുക. അതുപോലെ തന്നെ ടു റെഡ്യൂസ് കെമിക്കൽ പെസ്റ്റിസൈഡ്, നമ്മളിപ്പോ ലാസ്റ്റ് പറഞ്ഞ ഭാഗം, ആ രാസ കീടനാശിനികളും ഒഴിവാക്കുക. പിന്നെ ചെയ്യേണ്ടത്, കാരണം ഇത് ഒഴിവാക്കിയാൽ തന്നെ സോയിലിന്റെ ഫെർട്ടിലിറ്റി പരമാവധി നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോ വലിയ ചെലവില്ലാതെ എന്ത് ചെയ്യാൻ പറ്റും, ആ മണ്ണില് ചെടികളും സസ്യങ്ങളും നമുക്ക് വളർത്തിയിട്ട് നല്ല ബെറ്റർ ഈൽഡ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, പിന്നെ വൺസ് ഡിക്കേയിങ് മെത്തഡ് ഫോർ അതർ, അതായത് ഒന്നിന്റെ വേസ്റ്റ് എടുത്തിട്ട് മറ്റൊന്നിന് ഇട്ട് കൊടുക്കുക. അപ്പൊ എല്ലാം കൂടി ഒന്നിച്ച് കൃഷി ചെയ്യുമ്പോൾ ഒരു ബെനിഫിറ്റ് അതാണ്, ഒന്നിന്റെ വേസ്റ്റ് എടുത്തിട്ട് മറ്റൊന്നിന് ഇട്ട് കൊടുക്കുക. അപ്പൊ അതുവഴി തന്നെ ഒരുപാട് വേസ്റ്റ് നമുക്ക് കുറക്കാൻ പറ്റും. നോ വേസ്റ്റ്, ഒരു വേസ്റ്റ് ഒന്നും കാര്യമായിട്ട് പിന്നെ ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ ഒന്ന് കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി, നമ്മളെ ജൈവ വൈവിധ്യം സംരക്ഷിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പെസ്റ്റുകളൊക്കെ അനാവശ്യമായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ, പെസ്റ്റിസൈഡൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ജീവജാലങ്ങൾ നശിച്ചു. ഈ ഭൂമിയിലുള്ള പല ജീവജാലങ്ങൾക്കും നാശം സംഭവിക്കും. അപ്പൊ ഈ ഭൂമിയിലുള്ള ഇത്തരം നല്ല എല്ലാ ആൾക്കാരെയും ജൈവ വൈവിധ്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സംരക്ഷിക്കാവുന്നതാണ്. അപ്പൊ ഇതൊക്കെ സംരക്ഷിക്കുക, ഇത്തരത്തിലുള്ള കൃഷിയിലൂടെ നമുക്ക് ഇതൊക്കെ സംരക്ഷിച്ച് നിർത്തിയിട്ട് ഒരു സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ നമുക്ക് നടത്താൻ പറ്റണം. ഓക്കെ, അപ്പൊ സസ്റ്റൈനബിൾ അഗ്രികൾച്ചറിന്റെ ബെനിഫിറ്റ് ആണ് ഈ കൊടുത്തിരിക്കുന്നതൊക്കെ പരിശോധിച്ച് ചോദിച്ചാൽ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോ ഇനി ഈ ചെറിയൊരു ഭാഗം കൂടിയാണ് ഈ ഇതിന്റെ കൂടെ ബാക്കിയുള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞ ഈ കൃഷിയിലൂടെ നമുക്ക് കാര്യമായിട്ട് വേസ്റ്റ് ഒന്നും ഉണ്ടാകുന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ വീടുകളിലൊക്കെ ഇപ്പൊ ഒരുപാട് വേസ്റ്റുകൾ ഉണ്ടാവാറുണ്ട് അല്ലെ. നമ്മളൊരു ലാൻഡിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിലെ വേസ്റ്റ് നമ്മൾ അപ്പുറത്തെ വീട്ടിന്റെ മതിലിൽ നമ്മൾ കൂടിയാണ് അപ്പുറത്തേക്ക് ഇട്ടേക്കും. അങ്ങനെയാണല്ലോ ചെയ്യാറ്. അവരെ അവിടുത്തെ വേസ്റ്റ് എടുത്തിട്ട് ഇപ്പുറത്ത് വിടും. അപ്പൊ മൊത്തത്തില് വേസ്റ്റിനോടുള്ളൊരു കളിയായിരിക്കും അല്ലെ. അപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വേസ്റ്റ് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ വേസ്റ്റ് മാനേജ്മെന്റ് ആണ് ഇനി പഠിക്കാൻ പോകുന്നത്. വേസ്റ്റ് എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാം. നിങ്ങൾക്കറിയാലോ, ഒരു വേസ്റ്റ് നമ്മൾ കളയുന്നില്ല. ഏത് വേസ്റ്റും നമുക്ക് ആവശ്യമായ മാർഗങ്ങളിലൂടെ നല്ല നല്ല വളങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. വേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ബയോഗ്യാസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം അല്ലെ. അതായത് നിങ്ങൾ മണ്ണിര കമ്പോസ്റ്റ് കേട്ടിട്ടുണ്ടാവല്ലോ. മണ്ണിര കമ്പോസ്റ്റ് വീട്ടിലുള്ള ഭക്ഷണത്തിന്റെ വേസ്റ്റുകളും മറ്റു കാര്യങ്ങളും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരം മണ്ണിര കമ്പോസ്റ്റിന് വേണ്ടി ഉപയോഗിക്കാം. അതുപോലെ തന്നെ പല വേസ്റ്റുകളും നമുക്ക് ഉപയോഗിച്ചുകൊണ്ട്, ഇത്തരത്തിലുള്ള ഡീകമ്പോസിഷൻ നടക്കുന്ന ഇത്തരം വേസ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ബയോഗ്യാസ് ഉണ്ടാക്കാം. അപ്പോ ഒരു വേസ്റ്റ് മാനേജ്മെന്റ് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നിട്ട് മാത്രമേ നമ്മൾ നല്ലൊരു കൃഷിയിലേക്ക് കടക്കുന്നുള്ളൂ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത് വ്യത്യസ്ത കൃഷി പരിചയപ്പെടാം. നമ്മൾ ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്, ഇതൊക്കെ പരമാവധി ഇങ്ങനെ പരിഹരിക്കാമെന്നൊക്കെയാണ് നമ്മളിപ്പോ പഠിച്ചത്. ഓക്കെ, അപ്പൊ ഒരു വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെ നടത്തുന്നത് കൊണ്ട് നമ്മൾ പഠിച്ചാൽ നമ്മൾ ഈ ഏരിയ കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പൊ ഏതൊക്കെ മാർഗങ്ങളിലൂടെ വേസ്റ്റ് മാനേജ്മെന്റ് നടത്താം എന്നുള്ളതാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ വീടുകളിലും അതുപോലെ തന്നെ നമ്മുടെ പരിസരങ്ങളിലൊക്കെയുള്ള മാലിന്യങ്ങളെ ഏത് രീതിയിലൊക്കെ നമുക്ക് മാനേജ് ചെയ്തിട്ട് നമുക്ക് മാലിന്യങ്ങൾ ഇല്ലാത്ത ഒരു സ്ഥലം ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ വെറുതെ എവിടെയെങ്കിലും കൊണ്ടിട്ടിട്ട് മൊത്തം പൊല്യൂഷൻ ആക്കിയിട്ട് മൊത്തം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് പകരം അത് നമുക്ക് പല ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. വേസ്റ്റ് മാനേജിനുള്ള ചില മാർഗങ്ങളാണ്. ഒന്ന് കമ്പോസ്റ്റിംഗ്, അത് വേർമിംഗ് കമ്പോസ്റ്റ്, മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണത്തിൽ ഉപയോഗിക്കാം. ഇത്തരം വേസ്റ്റുകൾ, കമ്പോസ്റ്റ് കുഴികൾ അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കമ്പോസ്റ്റ് നമുക്ക് കാണുന്നില്ല, ഇത് നല്ല അത്രയും നല്ല ഫലപുഷ്ടിയുള്ള ഒരു ഫെർട്ടിലൈസർ ആയിരിക്കും ഈ മണ്ണിര കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇത്തരത്തിലുള്ള വേർമിംഗ് കമ്പോസ്റ്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തരം വേസ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഫെർട്ടിലൈസർ നിർമ്മിക്കാം. അതുവഴി നല്ല ഒരു ബയോളജിക്കൽ ഫെർട്ടിലൈസറിന്റെ പ്രൊഡക്ഷനാണ് നമ്മൾ നടത്തുന്നത്. ഓക്കെ, രണ്ടാമത്തത് ബയോഗ്യാസ് പ്രൊഡക്ഷൻ. ബയോഗ്യാസ് കണ്ടിട്ടുണ്ടാവില്ല നിങ്ങൾ. അത് നമുക്ക് കുക്കിംഗ് ഗ്യാസിന് ആവശ്യമായ, അതായത് കുക്ക് ചെയ്യാൻ ആവശ്യമായ ഇത്തരം ഗ്യാസുകൾ ഇതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്തരത്തിലുള്ള ബയോഗ്യാസിന്റെ പ്രൊഡക്ഷൻ നടത്താൻ ഈ ഒരു ടാങ്കിനകത്തേക്ക് എന്ത് ചെയ്യാം, മാക്സിമം ഇത്തരത്തിലുള്ള ഫെർട്ടിലൈസർ, ഇത്തരത്തിലുള്ള വേസ്റ്റുകളൊക്കെ കൊണ്ടിടുക. അങ്ങനെ കൊണ്ടിട്ടിട്ട് ബയോഗ്യാസ് ഉണ്ടാക്കാം. നമുക്ക് വീട്ടാവശ്യത്തിനുള്ള കുക്കിംഗ് ഗ്യാസ് ഇതിനകത്ത് കിട്ടും.
ഓക്കെ. പിന്നെ ഫോഡർ പ്രൊഡക്ഷൻ, കാലിത്തീറ്റ, അതായത് കാലിത്തീറ്റ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. ഇത്തരം വേസ്റ്റുകൾ കാലിത്തീറ്റ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാം. രണ്ടാമത് നമുക്ക് എന്തുണ്ടാക്കാൻ ഉപയോഗിക്കാം? പൗൾട്രി ഫാം, പൗൾട്രി ഫോഡർ, അതായത് കോഴിത്തീറ്റ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. കോഴിത്തീറ്റ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. പിന്നെ അവസാനത്തത് മത്സ്യങ്ങൾക്കുള്ള തീറ്റ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. അപ്പൊ ഇത്തരത്തിലുള്ള ഇവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ ഇത്തരം വേസ്റ്റുകൾ നമുക്ക് ഉപയോഗിക്കാം. അതുവഴി നമുക്ക് വേസ്റ്റുകളിലുള്ള കുറക്കാൻ പറ്റും. ഈ രീതിയിൽ വേസ്റ്റ് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ കൃഷി സ്ഥലങ്ങളിലും നമ്മുടെ വീടുകളിലൊക്കെ എത്ര വേസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഇത്തരം വേസ്റ്റുകളെ നമുക്ക് ഈ മാർഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. അതുവഴി നമ്മുടെ ലാൻഡ് വേസ്റ്റ് ഫ്രീ ആയിട്ട് മാറ്റാനും പറ്റും. ഓക്കെ. അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. നമ്മൾ അഗ്രികൾച്ചറൽ സെക്ടർ അനുഭവിക്കുന്ന ക്രൈസിസ് പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ ഫുഡ് സെക്യൂരിറ്റി എന്താണെന്ന് പറഞ്ഞു അല്ലെ. അതിനുശേഷം നമ്മൾ പഠിച്ചത് ഏതൊരു കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ പരമാവധി പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ നല്ല രീതിയിൽ കൃഷി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫെർട്ടൈൽ സോയിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് പഠിച്ചു അല്ലെ. ഒരു സോയിലിന്റെ ഫെർട്ടിലിറ്റി എങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോയിൽ ഫെർട്ടിലിറ്റി ടെസ്റ്റ് ചെയ്യുന്നതിനുള്ള ബെനിഫിറ്റ്, ഒരു സോയിലിൽ കുറെ എലമെന്റുകൾ വേണമെന്ന് പഠിച്ചു. ആ എലമെന്റുകൾ നാച്ചുറൽ ആയിട്ട് ഉണ്ടാവുന്നത് പഠിച്ചിട്ടുണ്ട്. കുറെ മൈക്രോ ഓർഗാനിസങ്ങളുടെ സഹായത്തോടെ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഓർഗാനിസങ്ങളുടെ സഹായത്തോടെ അവിടെ മാക്സിമം ഫെർട്ടിലൈസർ ഉണ്ടാക്കാൻ നമുക്ക് പറ്റും. പിന്നെ ഈ സോയിൽ ടെസ്റ്റ് ചെയ്യുന്നതിനുള്ള ബെനിഫിറ്റ്, സോയിലിന്റെ pH വാല്യൂ കണക്കാക്കാനും സോയിലുള്ള എലമെന്റുകൾ കണ്ടെത്താനും ഒക്കെ സോയിൽ ടെസ്റ്റിംഗിലൂടെ നമുക്ക് സാധിക്കുമെന്ന് പഠിച്ചു. പിന്നെ മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സിന് കുറെ എക്സാമ്പിൾ പഠിച്ചു. മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ് ആയ അസോള പഠിച്ചു അല്ലെ. അതുപോലെ റൈസോബിയം, പിന്നെ നമ്മൾ പഠിച്ചത് അസെറ്റോബാക്ടർ, അസോസ്പൈറലം പോലുള്ള ഒരുപാട് ബാക്ടീരിയകളെ കുറിച്ച് പഠിച്ചു. ഇവരൊക്കെ സോയിൽ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്ന ആൾക്കാരാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. പിന്നെ നമ്മൾ പഠിച്ചത് ഒരു പെസ്റ്റുകളും അതുമായിട്ട് ബന്ധപ്പെട്ട മാനേജ്മെന്റ് ആണ്. എന്താണ് പെസ്റ്റ് എന്ന് പഠിച്ചു. പെസ്റ്റ് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്ലാന്റിന്റെ ഈൽഡ് കംപ്ലീറ്റ് കുറഞ്ഞു പോകുന്നു പറഞ്ഞു. അപ്പൊ അത്തരത്തിലുള്ള പെസ്റ്റുകളെ നശിപ്പിക്കാൻ കെമിക്കൽ പെസ്റ്റിസൈഡ് സാധാരണ നമ്മൾ ഉപയോഗിക്കാറുണ്ടെന്ന് പറഞ്ഞു. അത് ഉപയോഗിച്ചുള്ള കുഴപ്പങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ പരമാവധി ബയോ പെസ്റ്റിസൈഡുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് വഴി പെസ്റ്റിനെ നിലനിർത്തി അല്ലെങ്കിൽ പെസ്റ്റിനെ പൂർണ്ണമായി നശിപ്പിക്കാതെ അവരെ നിലനിർത്തി കൊണ്ടുപോകുന്ന ഒരു രീതിയായിരുന്നു അല്ലെ. അപ്പൊ ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റിന്റെ ഉദ്ദേശങ്ങൾ എന്താണെന്ന് പഠിക്കാം. ഓക്കെ. നാച്ചുറൽ എനിമീസിനെ ഉപയോഗിച്ചുകൊണ്ട് പെസ്റ്റുകളെ തടയുന്ന ആ ഒരു ബയോളജിക്കൽ കൺട്രോൾ എന്ന് പഠിക്കാം. ഓക്കെ. പിന്നെ നമ്മൾ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ, നല്ല സുസ്ഥിര കൃഷി, നമ്മൾ എന്തൊക്കെ നമുക്ക് ഗുണങ്ങൾ കിട്ടുന്നുള്ള കാര്യങ്ങളൊന്ന് പഠിച്ചു. പിന്നെ പഠിച്ചത് ഒരു വേസ്റ്റ് ഏതൊക്കെ രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാന്ന് പഠിച്ചു. വേസ്റ്റ് മാനേജ്മെന്റ്. ഓക്കെ. അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവും വിചാരിക്കുന്നു. നന്നായിട്ട് ക്ലാസ് കേൾക്കുക, നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ. എല്ലാവർക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.